ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള നാടുകളിലൊന്നാണ് ഇന്ത്യ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് സൗത്ത് ഇന്ത്യയിലാണ്. അത് ഈ പറയുന്ന അറേബ്യൻ ഫുഡ് വരുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നാം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ പ്രമേഹത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ഖ്യാതി എന്ന് പറയുന്ന സംഗതി. കാലം കുറച്ചുകൂടെ മുന്നോട്ട് വരും നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ആൾക്കാരെല്ലാം ഭക്ഷണത്തെക്കുറിച്ച് ഭയങ്കരമായി ധാരണയുള്ളവരാണ്. എന്ത് കഴിച്ചാലാണ് പ്രശ്നം. ഷുഗർ കട്ട് എന്ന് പറയുന്നത്, വിത്തൗട്ട് ഷുഗർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ്. അപ്പോൾ ആളുകൾ ആരോഗ്യത്തെക്കുറിച്ച് അത്രയും കൺസേൺ ഉള്ളതുകൊണ്ടാണ് ആളുകളിൽ ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നതൊക്കെ ആളുകൾ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്. അപ്പോൾ പണ്ടൊക്കെ ഒരു പ്രായം കഴിഞ്ഞാലാണ് പഞ്ചസാര ഇടാതെ ചായ കുടിക്കുക. ഇപ്പം അങ്ങനെ ചെറുപ്പക്കാർ പോലും പഞ്ചസാര ഒഴിവാക്കണം. കാരണം ആരോഗ്യത്തെക്കുറിച്ച് എല്ലാവർക്കും കൺസേൺ ഉണ്ട്. എല്ലാവരും ഒന്നുകിൽ ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്നു, ഡയറ്റീഷ്യനോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ചാറ്റ് ജിപിയോട് സംസാരിക്കുന്നു, ഗൂഗിൾ ചെയ്യുന്നു, ആരോഗ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് പഴയടം മോഹൻ നമ്പൂതിരി വന്ന് ഒരു 2 പ്ലേറ്റ് ചോറും സാമ്പാറും പിന്നെ അവസാനം ഒരു 2 തരം പായസവും ബോളിയും ഒക്കെ കുഴച്ച് കഴിച്ചാൽ സൂപ്പറാണ് എന്ന് പറയുന്നത്. ഏത് ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ അടിച്ച് കയറ്റണം, അല്ലാതെ ഈ ചിക്കൻ പോലുള്ള പ്രോട്ടീൻ അത് അടുപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ലേ? അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ആ നിലയ്ക്കുള്ള സഹതാപമാണ് തോന്നുന്നത്. ആളുകൾക്ക് നല്ല ധാരണയുണ്ട് എന്താണ് ആളുകൾ ചോറ് കുറയ്ക്കാമെന്ന്. പണ്ടൊക്കെ മലയാളികൾ ഉച്ചയ്ക്കും രാത്രിയും ചോറാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ രാത്രി ചോറ് കഴിക്കുന്നതിനുള്ള എണ്ണമില്ല, ആൾക്കാർ പരമാവധി കുറച്ചു. ഇതിന് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അരിയുടെ വിൽപ്പന കുറയുന്നു കേരളത്തിൽ. പഞ്ചസാരയുടെ വിൽപ്പന കുറയുന്നു കേരളത്തിൽ. ദീപാവലിക്ക് പോലും സ്വീറ്റ്സിൻ്റെ വിൽപ്പന കുറയുന്നു. ആളുകൾ പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള നാടുകളിലൊന്നാണ് ഇന്ത്യ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് സൗത്ത് ഇന്ത്യയിലാണ്. അത് ഈ പറയുന്ന അറേബ്യൻ ഫുഡ് വരുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നാം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ പ്രമേഹത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ഖ്യാതി എന്ന് പറയുന്ന സംഗതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലേ മാറി, സെഡൻഡറി ലൈഫ് സ്റ്റൈലിലൂടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോയിക്കൊണ്ടിരുന്നത്. പഴയ അധ്വാനത്തിൻ്റെ കാലമൊക്കെ പോയി മനുഷ്യന്മാരെല്ലാവരും ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്നതാണ് ഈ ചോറും കറിയെല്ലാം. അതും കഴിക്കണം, ഒഴിവാക്കേണ്ടതൊന്നുമല്ല. അതും കാർബും കുറച്ചില്ലെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. പക്ഷെ അതുമാത്രമാണ് മനോഹരമെന്ന് വിളിക്കുന്നത് ഒരുതരം ജാതീയമായ മേൽക്കോയ്മവാദമാണ്. കാരണം ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും മീറ്റ് കഴിക്കുന്നവരാണ്, മത്സ്യം കഴിക്കുന്നവരാണ്, എഗ്ഗ് കഴിക്കുന്നവരാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വേണം ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച്, ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ സംസാരിക്കുന്നതിനെക്കുറിച്ചൊക്കെ വർത്തമാനം പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്.